ഈ അനുസ്മരണത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, രക്തസാക്ഷികളാണ് ഈ പാർട്ടിയുടെ എല്ലാം. ഈ പാർട്ടി നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ ഭരണകൂട വേട്ടയ്ക്കുമെതിരായി പോരാടി ജയിലിലടയ്ക്കപ്പെട്ടവർ, ഈ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ജയിലിലടയ്ക്കപ്പെട്ടവർ, അവരുടെ കുടുംബങ്ങളുടെ ത്യാഗമാണ് ഈ പാർട്ടി. ബാക്കിയെല്ലാം അവർക്ക് മുമ്പിൽ, അവരുടെ ത്യാഗത്തിന് മുമ്പിൽ ബാക്കിയുള്ളവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിസ്സാരമാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഒരു ജനാധിപത്യ രാഷ്ട്രീയ സംഘാടനത്തെ ഈ രാജ്യത്തെമ്പാടും ഒറ്റുകൊടുക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയിലും അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മനുഷ്യാവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഉൾപാർട്ടി ജനാധിപത്യ സംവിധാനത്തിൽ ആ അഭിപ്രായങ്ങളും ആശയവ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഏതെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പേരിലോ പാർട്ടിയിലെ സ്ഥാനമാനങ്ങളുടെ പേരിലോ ഒക്കെ അകൽച്ചകൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെ ചേർത്ത് നിർത്തേണ്ടത് രക്തസാക്ഷികളുടെയും ജയിലറകളിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളുടെയും ത്യാഗോജ്വലതയാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും ഈ അനുസ്മരണ സമ്മേളനത്തിലൂടെ അത്തരം ഒരു ത്യാഗ മനോഭാവമുള്ള ആളുകളുടെ ആ പ്രവർത്തനങ്ങളെ നിങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൂടുതൽ ഉജ്ജ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അനുസ്മരണമായി ഇതിനെ മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഏതാണ്ട് 4 വർഷം മുമ്പ് അന്ന് SDPI എന്ന ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു കേവല മെമ്പർഷിപ്പ് മാത്രം എടുത്ത് ഒരു ടെലിവിഷൻ പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു CCTVയിൽ ഒരു ബൈക്ക് ഓടിച്ചു വരുന്ന ആൾ ഇടിച്ച് വീഴ്ത്തപ്പെടുകയും കുറേ ആളുകൾ ചേർന്ന് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ച കണ്ടത്. SDPIയെ പറ്റി കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഒരു അവസരമായതിനാൽ അന്ന് ഉറക്കമളച്ച് ഈ വാർത്തകളൊക്കെ കാണുകയാണ്. അത്തരം കാഴ്ചകളിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ SDPIയുമായി ബന്ധപ്പെട്ട്, ഷാനുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ കരുതൽ തടങ്കലിലെടുക്കുന്ന ഒരു പോലീസ് സംവിധാനത്തെ ഞാൻ കണ്ടു. മണ്ണഞ്ചേരിയുടെ മണ്ണിൽ വീടുകളിൽ കയറി ആക്രമിച്ച് പോലീസും ഗുണ്ടകളും അടങ്ങിയ ആളുകൾ വലിയ തോതിലുള്ളൊരു ഗൂഢ ആലോചനയുടെ ഫലമാണ് അതായിരുന്നു ഷാൻ്റെ കൊലപാതകമെന്ന് തെളിയിക്കത്തക്ക നിലയിൽ ഈ പ്രദേശത്താകെ ഭീതി വിതയ്ക്കുന്ന, ഭയം സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഞാൻ കണ്ടു. ആ ദിവസങ്ങളിലെ ഒരു ചാനൽ ചർച്ചകളിലാണ് കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും ചെറുപ്പക്കാരനായ, സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കൊലയാളികളുടെ പക്ഷം പിടിച്ചുകൊണ്ട് സംഘപരിവാറിൻ്റെ പിന്തുണയ്ക്കായി കൊല്ലപ്പെടേണ്ട ആളാണ് എന്നുള്ള രീതിയിൽ വലിയ തോതിലുള്ള വ്യാജ വർത്തമാനം ഞാൻ കാണുന്നത്. ലോകം നിലനിൽക്കുന്നത് നീതിയിലാണ്, സത്യസന്ധതയിലാണ് ഈ ലോകം ഇത്രയും കാലം മുന്നോട്ട് വരുന്നത്. ലോകം സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ഒരുപാട് ആളുകളെയൊക്കെ വല്ലാതെ 5.5 ലക്ഷം ആളുകളെയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കൊന്നുകളഞ്ഞ ചരിത്രം ലോകത്തിനുണ്ട്. പക്ഷേ ലോകത്ത് സത്യമാണ് നിലനിന്നത്. നമ്മൾ അറിയണം, ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം കേരളത്തിൽ എത്രയോ MLAമാർ, MP മാർ, മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ പ്രമാദമായ എത്രയോ സ്ത്രീപീഡന പരാതികളിൽ പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ അറിയണം, ഒരു രക്തസാക്ഷിയുടെ ശവത്തിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന തൻ്റെ വാഗ്വിലാസം പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു രക്തസാക്ഷിയെ ഏറ്റവും നിഷ്ഠൂരമായി വീണ്ടും വീണ്ടും കൊല്ല ചെയ്ത ഒരു രാഷ്ട്രീയ പ്രവർത്തനം, കേരളത്തിലെ ഏറ്റവും ചെറുപ്പക്കാരനായ ഒരു MLA, നിങ്ങൾ ആലോചിക്കണം, പേപ്പട്ടിയെ പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ സ്ത്രീപീഡകർ ഈ രാജ്യത്ത് അധികാരത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ ഒരു രക്തസാക്ഷിയെ ഏറ്റവും കൃത്യമായി അവഹേളിച്ചവൻ, കൊലയാളികൾക്കൊപ്പം നിന്ന് വീണ്ടും കൊന്നവൻ, അവൻ ഇന്ന് എത്രമാത്രം പൈശാചികമായി വേട്ടയാടപ്പെടുന്നു നമ്മൾ അറിയണം. അത്തരത്തിൽ ലോകത്ത് നീതിയുണ്ട് എന്നുള്ള ഒരു ഉറച്ച ബോധ്യത്തോടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ നീതി നിറഞ്ഞ സമീപനങ്ങൾ എടുക്കുന്ന തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ബോധ്യത്തോടെ ഈ നിർഭയ രാഷ്ട്രീയത്തിന് സമർപ്പണത്തോടെ ഇന്നിവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹപ്രവർത്തകരെയും, മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും നിങ്ങളെ ഏറ്റവും ഹൃദ്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഭീം, ജയ് സോഷ്യൽ ഡെമോക്രസി.